ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ പ്രഭാത വന്ദനം. പലപ്പോഴും നമ്മളെ തന്നെ വെളിപ്പെടുത്താറുണ്ട്. ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിലേക്ക് പോകുന്ന വഴിക്ക് പോലീസ് എന്നെ പിടിച്ച് ചോദിച്ചു, അച്ഛൻ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഇന്ന അച്ഛനാണ്, ഇന്ന സഭയിലെ അച്ഛനാണ്, ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു, ഇന്ന ആളുടെ ഇതാന്നൊക്കെ. അപ്പോൾ വീട്ടുപേരെല്ലാം ഞാൻ പറയേണ്ടതായിട്ട് വന്നു. നമ്മുടെ ഈ യുദ്ധത്തിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും രാത്രി പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ഞാൻ ആരാണ്, എൻ്റെ കുടുംബം എന്താണ്, എൻ്റെ പിതാവ് ആരാണ്, എൻ്റെ മാതാവ് ആരാണ്, ഞാൻ ഏത് സഭയിൽപ്പെട്ടവനാണെന്നൊക്കെ നമ്മൾ പറയും. എന്ന് വെച്ചാൽ മക്കളായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വചനം പറയുകയാണ്, എബ്രായ ലേഖനം 12-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, പിതാവ് ശിക്ഷിച്ചിട്ടില്ലാത്ത മകനുണ്ടോ? എല്ലാവരും അനുഭവിക്കുന്ന ശിക്ഷ ഇല്ലാത്തവരാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ മക്കളല്ല. എന്ന് വെച്ചാൽ ശിക്ഷ ആഗ്രഹിക്കാത്ത മക്കളാണ്, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കാത്ത മക്കളാണ്, ശിക്ഷ ഇല്ലാത്തവരാണ്. മറ്റുള്ളവർ അനുഭവിക്കുന്ന ശിക്ഷയൊന്നും, എല്ലാവരും അനുഭവിക്കുന്ന ശിക്ഷയും നിനക്ക് ലഭിക്കുന്നില്ല. നീ ആരാണ്? നീ മക്കളല്ല. നമ്മളെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മകനും മകളുമാണ്. വചനം അങ്ങനെ പറയുന്നത്, നമ്മളെക്കുറിച്ച് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്വയം വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പൈതലായിട്ട് വെളിപ്പെടുത്തുന്നെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കിയ ശിക്ഷ ഉറപ്പാണ്. പിതാവ് ശിക്ഷിക്കാത്ത മക്കളൊന്നും ഈ ഭൂമിയിലില്ല. അങ്ങനെ ശിക്ഷിക്കാത്ത മക്കളാണെങ്കിൽ അവർ മക്കളല്ലെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ശിക്ഷ ലഭിക്കുമ്പോൾ അപ്പനോടും അമ്മയോടും മറുതലിച്ച് എതിർത്ത് പറയും, ഞാൻ നിങ്ങളുടെ മകനാണോ മകളാണോ എന്നൊക്കെ നീ ചോദിക്കുന്ന സ്വഭാവമാണെങ്കിൽ, ശിക്ഷയുടെ അതികാഠിന്യം മൂലം നമ്മൾ ചോദിച്ചതാണെങ്കിൽ പോലും, ഇവിടെ ശിക്ഷ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൽ നിന്ന്, എന്ന് വെച്ചാൽ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഒക്കെ ശിക്ഷണം നേടുന്നവരായി മാറുക. അങ്ങനെ നേടിയ മക്കളായി മാറുവാൻ ഈ പ്രഭാതം നമുക്ക് സാധ്യമായി തീരട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായത് പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.